ആ ചോദ്യത്തിനുള്ള മറുപടിയോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞു EMS ബാബറി മസ്ജിദ് പൊളിച്ചു കളയണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അതും സംഘപരിവാർ ഗ്രൂപ്പുകളുടെ വാദവും അവരുടെ പ്രചാരണവുമാണ് എന്ന് വസ്തുതകൾ പറയുന്നു ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി. താങ്കൾക്ക് ഉറപ്പുണ്ടോ അത് EMS അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാം എന്നാണ് താങ്കൾ പറഞ്ഞത്? താങ്കൾ ഉറപ്പോട് കൂടിയാണോ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലും അങ്ങനെ ഒരു വാദം എടുത്തിട്ടത്? ഒന്ന്, ബാബരി മസ്ജിദ് തർക്കഭൂമി പൊളിക്കണം എന്ന് IM ശങ്കര നമ്പൂതിരിപ്പാട് പറഞ്ഞു എന്ന് അന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്തയടക്കം ഞാൻ വേണമെങ്കിൽ ഷാരി ഇപ്പോൾ എന്റെ കയ്യിലില്ല. ഞാൻ അതായത് താങ്കൾ പറയുന്നത് ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി 1987 ജനുവരി 14 മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന വാർത്തയാണ്. ജനുവരി 15 EMSന്റെ തന്നെ തിരുത്ത് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞതെന്ന് പ്രസംഗത്തിന്റെ പൂർണ്ണരൂപവും ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ അതോ ഇപ്പോൾ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ഈ ഭാഗം മാത്രമാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, EM ശങ്കര നമ്പൂതിരിപ്പാടിനെ പോലുള്ള ഒരാളുടെ പ്രസംഗം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേശാഭിമാനി തിരുത്തുകയല്ല വേണ്ടത്. കാരണം ദേശാഭിമാനിക്ക് ആ സാഹചര്യത്തിൽ തിരുത്താം, പക്ഷെ ദേശാഭിമാനി തിരുത്തുകയല്ല വേണ്ടത്. രാജ്യത്തിലെ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ആ രീതി റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രവുമല്ല, അതും വസ്തുതാവിരുദ്ധമാണ്. ഒരേ ഒരു പത്രമാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. പിറ്റേ ദിവസം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത പ്രസംഗത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വായിക്കുന്നത് ദയവായി കേൾക്കണം. എനിക്ക് മതവിശ്വാസികളെ ബഹുമാനിക്കാനും വിമർശിക്കാനും കഴിയും. ബാബറി മസ്ജിദ് പ്രശ്നവും രാമജന്മഭൂമി പ്രശ്നവും പരിഹരിക്കാൻ ഞാനൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. പള്ളിയും ക്ഷേത്രവും ആ സ്ഥലത്ത് പ്രവർത്തിച്ചുകൂടെ? ഒരു ഭാഗത്ത് പള്ളി, മറുഭാഗത്ത് ക്ഷേത്രം. അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ പള്ളി, താഴെ ക്ഷേത്രം. അല്ലെങ്കിൽ മുകളിൽ ക്ഷേത്രം, താഴെ പള്ളി. എന്നാലും തർക്കം തീരില്ല. കെട്ടിടത്തിന്റെ താഴെ പള്ളി വേണം, അമ്പലം വേണം എന്നതാകും പിന്നീട് തർക്കം. പ്രശ്നം ഒത്തുതീർപ്പിലെത്തിക്കുകയല്ല, കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് സേട്ടും RSSും ശ്രമിക്കുന്നത് എന്നാണ് EMS അന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞത് ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി. അല്ല, ഒരൊറ്റ ഷാനി ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. ആ പള്ളിയോടെ നിലനിർത്തുന്നതിന് പകരം അതിന്റെ അടിയിൽ ഒരു ക്ഷേത്രവും മുകളിൽ ഒരു പള്ളിയും നിർമ്മിക്കുക, അല്ലെങ്കിൽ അടിയിൽ ഒരു പള്ളിയും മുകളിൽ ഒരു ക്ഷേത്രവും നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് തന്നെയാണ്. കാരണം ആ കെട്ടിടം പൊളിച്ചു മാറ്റിയല്ല സാധ്യമല്ല. അല്ലെങ്കിൽ അതിനാണ് നിർമ്മിക്കുക. നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റിയല്ലേ അത് നിർമ്മിക്കാൻ സാധിക്കൂ, എന്ത് സൊല്യൂഷൻ ആണെങ്കിലും. അദ്ദേഹം പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള ആ പള്ളി മുസ്ലിങ്ങൾക്ക് തന്നെ 47 ആഗസ്റ്റ് 15 സ്റ്റാറ്റസ് ക്വോയായി അംഗീകരിച്ചുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് നിലപാട് EMS പറഞ്ഞിട്ടില്ല. അപ്പോഴും താഴെ പള്ളി, മുകളിൽ ക്ഷേത്രം, മുകളിൽ പള്ളി, താഴെ ക്ഷേത്രം എന്ന നിലപാടാണ്. ആ രീതി അല്ലായിരുന്നു സ്വീകരിക്കേണ്ടത്. ഇടതുപക്ഷ മുന്നണി എടുക്കേണ്ട തീരുമാനമുണ്ടായിരുന്നു. 47 ആഗസ്റ്റ് അടിസ്ഥാനപരമായി അംഗീകരിച്ചുകൊണ്ട് വസ്തുതാവിരുദ്ധവും ചരിത്രവിരുദ്ധവുമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിച്ചത്. ഇനി കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്ന CPMനോട് ഞാൻ ചോദിക്കട്ടെ, CPM ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത്? 1987 ജനുവരി മാസം 14-ാം തീയതി മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത വന്നു. ബാബരി പള്ളി പൊളിച്ച് പ്രശ്നം തീർക്കണം EMS എന്നായിരുന്നു വാർത്ത. ഫിറോസ് ഇവിടെ പറയുമ്പോൾ പറഞ്ഞു EMS ഇങ്ങനെ പറഞ്ഞു, എന്നിട്ട് അത് പക്ഷേ നിഷേധിച്ചു. രണ്ടാമത് പറഞ്ഞപ്പോൾ 3 കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ EMS അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പള്ളി പൊളിച്ചു കളയണം എന്ന് EMS പറഞ്ഞു എന്ന് പറഞ്ഞത് ശുദ്ധ അസംബന്ധം. 2, EMS മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ എടുത്ത നിലപാട് 2 കാര്യമാണ്. അതിൽ ആദ്യം പറഞ്ഞത് ഫിറോസ് പറഞ്ഞത് ശരിയാണ്, ഇത് സമവായത്തിലൂടെ പരിഹരിക്കണം. രണ്ടാമത്തത് പറഞ്ഞത് അടിയിൽ ക്ഷേത്രവും മേലെ പള്ളിയും വേണം, ശുദ്ധ അസംബന്ധം. മൂന്നാമത്തെ കാര്യം ഇത് കോടതി വിധിയുടെ ഭാഗമായിട്ട് വേണം. അത് 2 ശരിയാണ്. 1 തികച്ചും തെറ്റായ കാര്യം ഇവിടെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് അതിന്റെ ഭാഗമായിട്ട്